ഏതായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധന, ഒപ്പം തന്നെ അപകട കാരണം മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദഗ്ധരുടെ പരിശോധന. ഇന്ത്യൻ സംഘങ്ങൾ മാത്രമല്ല, ബ്രിട്ടനിൽ നിന്നുള്ള സംഘങ്ങൾ, ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്നുള്ള സംഘങ്ങളൊക്കെ ഈ പരിശോധനയുടെ ഭാഗമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിശദാംശങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. സിബി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. നോക്കാം, ഇന്നത്തെ സ്ഥിതി എന്താണ്, ഇന്നത്തെ സാഹചര്യം എന്താണ്, കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സിബി, ഇപ്പോഴും നമ്മൾ ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. ആ ദുഃഖം ഇപ്പോഴും നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ പ്രധാനമായി നമുക്കറിയേണ്ടത് മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധന, ഒപ്പം തന്നെ എങ്ങനെ അപകടം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള സാങ്കേതിക പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? മനു, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഒരു വിമാന അപകടത്തിൻ്റെ ആഘാതം അതിന്ന് ഇപ്പോഴും മുക്തരായിട്ടില്ല. എന്തായാലും നമ്മുടെ രാജ്യത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ എല്ലാ പൗരന്മാരെ സംബന്ധിച്ചെല്ലാം നിലയും എല്ലാ ആളുകളെ സംബന്ധിച്ച് ഏറ്റവും അഗാധമായ ദുഃഖം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് 294 പേരടക്കം മരിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത്. പക്ഷേ ഈ മരണസംഖ്യ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. കാരണം ഈ ഒരു മരിച്ചവരുടെ എല്ലാം DNA സാമ്പിളുകൾ എടുത്ത ശേഷം അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ DNA സാമ്പിളുമായി സാമ്യം ചെയ്തുകൊണ്ട് അവർക്ക് മൃതദേഹങ്ങൾ കൈമാറിയ ശേഷം മാത്രമായിരിക്കും മരണസംഖ്യയെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വിദേശത്തുള്ള ഈ മരിച്ചവരുടെ ബന്ധുക്കളുടെ DNA സാമ്പിൾ അടക്കമല്ലാതിനെയും ശേഖരിക്കാനുമുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മരിച്ചവരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 245 മൃതദേഹങ്ങൾ അവിടെ ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മരണസംഖ്യ, അതായത് പ്രദേശവാസികളായ നാട്ടുകാരായ ആളുകളുടെ മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ള മറ്റൊരു ആശങ്കയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 241 പേർ, അത് 242 പേരിൽ 241 പേരും യാത്രക്കാരും മരിച്ചു എന്ന് പറയുമ്പോഴും ബാക്കിയുള്ള 53ഓളം ആളുകൾ പ്രദേശവാസികൾ ഈ ഒരു വിമാനാപകടത്തിൽ മരിച്ചു എന്നുള്ള അല്ലെങ്കിൽ ഈ വിമാനം വന്ന് ഇടിച്ചെറിഞ്ഞ ഈ ഹോസ്റ്റലിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയും അവിടെ എത്തിയ ആ പ്രദേശത്തുള്ള നാട്ടുകാർ ഉൾപ്പെടെ 53 പേരുടെ മരണം കൂടി സ്ഥിരീകരിച്ചു എന്ന് റോയിറ്റേഴ്സ് അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മരണസംഖ്യ 294 എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന മരണസംഖ്യ അല്ലതാനും. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു റോയിറ്റേഴ്സ് ഈ വാർത്ത പുറത്തുവിടുന്നത്. എന്തായാലും ഏറ്റവും ആശങ്ക അല്ലെങ്കിൽ ഏറ്റവും അധികം ഹൃദയഭേദകമായ കാഴ്ചയാണ് ഈ ഒരു അപകടം നടന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ മുതൽ കാണാൻ കഴിഞ്ഞത് തീഗോളത്തിൽ ഒരു അഗ്നിഗോളമായ മാറിയ ഈ വിമാനത്തിൽ നിന്ന് അതിൻ്റെ ഈ അവശിഷ്ടത്തിൽ നിന്നും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ, ഒരു മാംസപിണ്ഡം പോലെ മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ മാറ്റുന്ന കാഴ്ചയെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഈ ഒരു മൃതദേഹങ്ങൾ ഇനിയിപ്പോൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു മൃതദേഹം പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വെറും കരിക്കട്ടകളായി മാറി എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു വേദനാജനകമായ ഒരു കാഴ്ച. എന്തായാലും ഇനിയിപ്പോൾ DNA ടെസ്റ്റ് അടക്കം നടത്തിക്കൊണ്ടാണ് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുക. അതിനുശേഷം ഈ ബന്ധുക്കൾക്ക് കൈമാറും. ഇന്നിപ്പോൾ മലയാളിയായ രഞ്ജിതയുടെ സഹോദരനടക്കം അഹമ്മദാബാദിലേക്ക് വരികയും ചെയ്യും. അതിനൊപ്പം തന്നെ വിദേശത്തുള്ള നമുക്കറിയാം 53ഓളം UK പൗരന്മാരും 7 പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരന്മാരും അടക്കമെല്ലാം തന്നെ ഇതിൽ മരിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം തന്നെയും ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഈ നാട്ടിലേക്ക് വരേണ്ടതുണ്ട്. പിന്നീട് അവരുടെയും സാമ്പിളുകൾ DNA സാമ്പിളുകൾ ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുക. എന്നാലും അതിനുശേഷം ഔദ്യോഗികമായ പ്രഖ്യാപനം സർക്കാർ നടത്തുകയും ചെയ്യും. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലേക്ക് എത്തും. അവിടെ ഈ ഒരു അപകടം നടന്ന സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിക്കും. പിന്നീട് അവലോകന യോഗമടക്കം അതിനെ ചേരുകയും ചെയ്യും. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വ്യോമയാന മന്ത്രിയും ഈ അഹമ്മദാബാദിൽ എത്തുകയും പിന്നീട് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയ ശേഷം ഒരു പ്രത്യേകമായ യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രി അടക്കം മാധ്യമവുമായി സംസാരിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഏവിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വിമാനത്തിൻ്റെ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തന്നെയും ഇനിയും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയും കൂടാതെ വിമാനയാത്ര ഏറ്റവും
ഇപ്പോഴും സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയും എന്തെങ്കിലും വീഴ്ചകളും മറ്റുമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയെല്ലാം തന്നെയും ഇത്തരത്തിൽ ഒരു പ്രത്യേകമായ സമിതി രൂപീകരിക്കുമെന്നും ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. നമുക്കറിയാം ഇന്നലെ ഈ ഒരു വിമാനം, അതായത് ആദ്യം ദില്ലിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോയ ശേഷം പിന്നെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറക്കുമ്പോഴാണ് ഈ വിമാനം ഇത്തരത്തിൽ തകർന്നു വീഴുന്നത്. ഇതിൽ ദില്ലിയിൽ നിന്നും ഈ അഹമ്മദാബാദിലേക്ക് പോകുമ്പോൾ ഒരു ആകാശ് എന്ന യാത്രക്കാരൻ ആ വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെ ഈ വിമാനത്തിൻ്റെ ഒരു മോശം അവസ്ഥ, പ്രത്യേകിച്ച് അവിടെ AC ഇതിൽ കൃത്യമായി വർക്ക് ചെയ്തിരുന്നില്ല, ഇതിൽ മറ്റ് പല ഫങ്ഷൻസും വർക്കിംഗ് ആയിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഒരു ബോയിങ് വിമാനത്തിലെ സൗകര്യങ്ങളടക്കം ഇതിലില്ല, പലതും പ്രവർത്തനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു വീഡിയോ സഹിതമൊക്കെ ബോയിങ് കമ്പനിയെ തന്നെ ടാഗ് ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ പുറത്തുവിടുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇനി അതൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികത നമുക്ക് വ്യക്തമാകൂ. എങ്കിൽ പോലും ഈ വിമാനത്തിലെ അപകടം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ബോയിങ് വിമാനങ്ങൾ ഏറ്റവും അധികം സുരക്ഷിതമായ വിമാന യാത്രയാണ്. നമുക്കറിയാം ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി വിമാനത്തിൻ്റെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. വിമാനത്തിൻ്റെ പുറകിലുള്ള ബ്ലാക്ക് ബോക്സാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സ് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഈ വിമാനത്തിൻ്റെ അപകട കാരണം വ്യക്തമാണെങ്കിൽ ഇതിൻ്റെ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തണം. ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി എന്നുള്ള വിവരം നാം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഇനിയിപ്പോൾ വരും മണിക്കൂറിൽ വ്യക്തമാകേണ്ടത് എന്തുകൊണ്ട് ഈ വിമാന അപകടം സംഭവിച്ചു, യന്ത്ര തകരാറാണോ, അതിൽ എവിടെയാണ് തകരാർ സംഭവിച്ചത്, എഞ്ചിൻ ഭാഗത്താണോ അത് മറ്റേതെങ്കിലും ഭാഗത്താണോ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ അന്വേഷണ വിധേയമാക്കണം. എന്തായാലും വലിയൊരു വിമാന ദുരന്തമാണ് ഇന്നിപ്പോൾ അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഉണ്ടായത്. ആ വിമാന അപകടത്തിൽ 294 പേരുടെ ജീവൻ പൊലിഞ്ഞെന്നുള്ള വാർത്ത വരുന്നു. അതേസമയം തന്നെ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അദ്ദേഹം എമർജൻസി എക്സിറ്റ് വഴി എടുത്തിയാടി അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ, ഈ രമേഷ് ബിശ്വാസിൻ്റെ സഹോദരൻ അവിടെ ആ ഒരു അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്ഭുതകരമായ ഒരാൾ രക്ഷപ്പെട്ടു എന്നത് മാത്രമാണ് ചെറിയൊരു ആശ്വാസം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രദേശവാസികളായ ആളുകളുടെ മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏറ്റവും ആശങ്കകരമായ കാര്യമാണ്. ഇപ്പോൾ റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് 53 പേരെങ്കിലും പ്രദേശവാസികൾ മരിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലെ ഒരു മെസ്സ് ഭാഗത്തേക്കാണ് ഈ ഒരു വിമാനം ഇടിച്ചിറങ്ങിയത്. പിന്നെ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ച് പല ഭാഗത്തേക്ക് വിമാനം ചിന്നിച്ചെതിരെ പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള സമീപത്തുള്ള ഈ കെട്ടിടത്തിലേക്കെല്ലാം തന്നെയും ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോവുകയും അവിടെ എല്ലാം തന്നെയും നിരവധി വാഹനങ്ങളും എല്ലാം കത്തി നശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രദേശവാസികൾക്ക് കൂടുതൽ പരിക്കേൽക്കാനും മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ 8ഓളം മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു എന്ന വിവരം ഇന്നലെ പുറത്തു വന്നിരുന്നു.